നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. 10ാം ക്ലാസ് മലയാളം പരീക്ഷയിൽ A+ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക വീഡിയോ സീരീസ് നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. കേവലം പാഠഭാഗങ്ങൾ വായിച്ചു പോകാതെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഉപന്യാസം, മുഖപ്രസംഗം, എഡിറ്റോറിയൽ, പ്രഭാഷണം, കഥാപാത്ര നിരൂപണം, ആസ്വാദനക്കുറിപ്പ്, വിശകലനക്കുറിപ്പ്, താരതമ്യക്കുറിപ്പ് എന്നിവ എങ്ങനെ ലളിതമായി എഴുതാം, ഇത്തരം ചോദ്യങ്ങൾക്ക് എങ്ങനെ മാർക്ക് കൂടുതൽ നേടാം, അതായത് മുഴുവൻ മാർക്ക് നേടാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ പങ്കുവയ്ക്കുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മലയാള പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടാൻ സഹായിക്കുന്ന വിഭാഗങ്ങളാണ് നേരത്തെ പറഞ്ഞത്. ഓരോന്നിൻ്റെ ഘടനയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ആദ്യമായി നമുക്ക് ഉപന്യാസം എങ്ങനെ തയ്യാറാക്കാം. മലയാളം പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു വിഭാഗമാണ് ഉപന്യാസം. എന്തൊക്കെയാണ് ഉപന്യാസം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ആകർഷകമായ തലക്കെട്ടുണ്ടായിരിക്കണം, അതായത് ടൈറ്റിൽ ഉണ്ടായിരിക്കണം. വിഷയവുമായി ബന്ധപ്പെട്ടതും വായനക്കാരെ ആകർഷിക്കുന്നതുമായ ഒരു തലക്കെട്ട് കൃത്യമായി നൽകുക. അതിനൊരു ഘടന ഉണ്ടായിരിക്കണം. ഉപന്യാസത്തെ പ്രധാനമായും 3 ഭാഗങ്ങളായി തിരിക്കണം: ആമുഖം, വിഷയവിശകലനം, ഉപസംഹാരം. വിഷയത്തെക്കുറിച്ച് ലഘുവായൊരു വിവരണം നൽകി വേണം തുടങ്ങാൻ, അതാണ് ആമുഖം. ഇനി വിശകലനം, അതായത് അതിൻ്റെ മെയിൻ ബോഡി കണ്ടന്റ് എന്താണ്, ആശയങ്ങൾ പാരഗ്രാഫ് ഖണ്ഡികളായി തിരിച്ച് വിശദീകരിക്കുക. ഓരോ പാരഗ്രാഫിലും പുതിയ പോയിന്റുകൾ ഉൾപ്പെടുത്തുക. ഉപസംഹാരം, അതായത് കൺക്ലൂഷൻ, ചർച്ച ചെയ്ത കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞ് ഒരു സന്ദേശത്തോടെയോ സ്വന്തം അഭിപ്രായത്തോടെയോ അവസാനിപ്പിക്കുക. ഇനി അതുകൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. പ്രശസ്തരായ വ്യക്തികളുടെ വചനങ്ങൾ, അതായത് കവിതകളിലെ വരികൾ, ചൊല്ലുകൾ, അതായത് പഴഞ്ചൊല്ലുകൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉപന്യാസം എഴുതി തുടങ്ങുന്നത് അതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കും. ഭാഷാശുദ്ധി, അക്ഷരത്തെറ്റുകൾ പരമാവധി കുറയ്ക്കുക. ലളിതവും എന്നാൽ വ്യക്തമായ ഭാഷ ഉപയോഗിക്കുക. ഇനി സബ് ഹെഡിങ്ങൾ, ഉപശീർഷങ്ങൾ കൊടുക്കുക. എന്തിനു വേണ്ടി? വിഷയത്തിൻ്റെ വിവിധ വശങ്ങൾ വ്യക്തമാക്കാൻ യോജ്യമായ ഉപശീർഷങ്ങൾ നൽകുക. ആശയവ്യക്തത, പറയുന്ന കാര്യങ്ങൾ തമ്മിൽ പരസ്പര ബന്ധം ഉണ്ടായിരിക്കണം, അതായത് അനാവശ്യമായിട്ട് വാരി വലിച്ചെഴുതരുത്. ഇനി വൃത്തിയുള്ള കൈപ്പടയായിരിക്കണം. നമ്മുടെ അക്ഷരം കണ്ടാൽ മാർക്കിടാൻ ടീച്ചർക്ക് തോന്നണം, അല്ലേ? അതിൽ വെട്ടും തിരുത്തൊക്കെ ആയിട്ട് വൃത്തികേടാക്കാതിരിക്കുക. പ്രധാനപ്പെട്ട പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്ത് അടിവരയിട്ട് എഴുതുന്നത് നന്നായിരിക്കും. പിന്നെ സമയക്രമം പാലിക്കുക. നിശ്ചിത സമയത്തിനുള്ളിൽ എഴുതി തീർക്കാൻ ശ്രദ്ധിക്കുക. ഉദാഹരണമായി ഞാനൊരു ഉപന്യാസം ഇവിടെ കൊടുക്കുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ കടമ എന്നത് ഒരു വിഷയമായി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പ്രകൃതിയും മനുഷ്യൻ തമ്മിലുള്ള ബന്ധം ആമുഖമായി എഴുതി നിലവിലെ പ്രശ്നങ്ങൾ വിവരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഞാൻ ആ ഉപന്യാസം ഇവിടെ ഉദാഹരണമായി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ കടമ. അതിൽ ആമുഖം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പ്രകൃതിയും മനുഷ്യൻ തമ്മിലുള്ള അതിൻ്റെ കണ്ടന്റിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി നമ്മുടെ കടമകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കടമകളിൽ കുറച്ചനേകം കാര്യങ്ങൾ ഉപശീർഷങ്ങളായി കൊടുത്തിട്ടുണ്ട്. ഉപസംഹാരം, പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ കടമ. ആമുഖമായി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യന് ജീവിക്കാൻ പ്രകൃതി കനിഞ്ഞു നൽകിയ വരദാനമാണ് പരിസ്ഥിതി. മണ്ണും വായുവും ജലവും സസ്യലതാദികളും അടങ്ങുന്ന ഈ പ്രകൃതിയുടെ സംരക്ഷണമാണ് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരം. എന്നാൽ ഇന്നത്തെ മനുഷ്യൻ തൻ്റെ സ്വാർത്ഥതയ്ക്കായി പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണ്. പരിസ്ഥിതി സംരക്ഷണം കേവലം ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് ഓരോ പൗരൻ്റെയും കടമയാണെന്ന് നാം തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇനി പ്രകൃതിയും മനുഷ്യനും, അതിൻ്റെ പ്രധാന പോയിന്റുകളിലേക്ക് വരികയാണ്. മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റവും മനുഷ്യ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നു. ശുദ്ധവായു ശ്വസിക്കാനും വിഷമില്ലാത്ത ആഹാരം കഴിക്കാനും നമുക്ക് നല്ലൊരു പരിസ്ഥിതി ആവശ്യമാണ്. എന്നാൽ വികസനത്തിൻ്റെ പേരുകൾ കാടുകൾ വെട്ടിത്തെളിച്ച് ജലാശയങ്ങൾ നികത്തിയും നാം പ്രകൃതിയുടെ തുലനാവസ്ഥ, അതായത് സന്തുലനാവസ്ഥ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികൾ: ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ്, കാലാവസ്ഥ വ്യതിയാനം, ഓസോൺ പാളിയുടെ നാശം എന്നിവ ഇന്ന് ലോകം നേരിടുന്ന വലിയ ഭീഷണികളാണ്. അനിയന്ത്രിതമായ പ്ലാസ്റ്റിക് ഉപയോഗം മണ്ണിനെയും ജലത്തെയും മലിനമാക്കുന്നു. വേനൽക്കാലത്തെ കടുത്ത ചൂടും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രളയങ്ങളും പ്രകൃതി നൽകുന്ന മുന്നറിയിപ്പുകളാണ്. ഒരു നാളേക്ക് നമുക്ക് കൈകോർക്കാം. പ്രകൃതിയെ സംരക്ഷിക്കാൻ, ജീവന്റെ നിലനിൽപ്പ് ഉറപ്പാക്കാം. അടുത്തതായി പ്രഭാഷണമാണ്. ആ പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അതായത് സ്പീച്ച്. എന്താണ് പ്രഭാഷണം? ഒരു നിശ്ചിത വിഷയത്തെക്കുറിച്ച് ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുമ്പിൽ നടത്തുന്ന ക്രമബദ്ധവും യുക്തിസഹവുമായ സംസാരത്തെയാണ് പ്രഭാഷണം അഥവാ സ്പീച്ച് എന്ന് പറയുന്നത്. കേവലം സംസാരിക്കുന്നതിനേക്കാൾ ഉപരിയായി കേൾവിക്കാരെ സ്വാധീനിക്കാനും ബോധവൽക്കരിക്കാനും പ്രഭാഷണത്തിലൂടെ സാധിക്കുന്നു. 10ാം ക്ലാസ് പരീക്ഷയിൽ പ്രഭാഷണം തയ്യാറാക്കുന്നത് സ്ഥിരമായി വരുന്ന ചോദ്യമാണ്, അല്ലേ? ഒരു നല്ല പ്രഭാഷണത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന ഭാഗങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പ്രഭാഷണത്തിൻ്റെ ഘടന, ആ ഘടനയിൽ എന്താണ് ആദ്യം ഉൾപ്പെടുത്തേണ്ടത്? അതിന് സംബോധനയാണ്, സല്യൂട്ടേഷനാണ്. പ്രസംഗം തുടങ്ങുന്ന സദസ്സിനെ വന്നിച്ചുകൊണ്ടായിരിക്കണം. ഉദാഹരണം: മാന്യരായ അധ്യക്ഷൻ, പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എന്ന് നമുക്ക് സംബോധന തുടങ്ങാം. വിഷയാവതരണം, അതായത് ഇൻട്രൊഡക്ഷൻ. ഏത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് വ്യക്തമാക്കുക. വിഷയത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചൊരു ആമുഖം നൽകുക.
വിഷയ വിശകലനം, അതായത് മെയിൻ കണ്ടന്റ്, വിഷയത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്ന ഭാഗമാണിത്. ഇവിടെ ആശയങ്ങൾ വ്യക്തമായിരിക്കണം. ഇതിൽ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. എന്തൊക്കെയാണ്? വിഷയവുമായി ബന്ധപ്പെട്ട ചരിത്രം അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ, ഇന്നത്തെ കാലത്തെ പ്രസക്തി, പ്രശ്നങ്ങൾ, അതായത് മെയിൻ കണ്ടന്റ് ഉള്ളടക്കത്തിൽ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ ഉൾപ്പെടുത്താം. ഉപസംഹാരം, അതായത് കൺക്ലൂഷൻ, പ്രസംഗത്തിൻ്റെ സത്ത ചുരുക്കത്തിൽ അവതരിപ്പിക്കുക. സദസ്സിനോടുള്ള അഭ്യർത്ഥനയാണോ ആഹ്വാനമാണോ അതൊക്കെ ഇവിടെ നൽകാവുന്നതാണ്. നന്ദി പ്രകാശനം, അതായത് വോട്ട് ഓഫ് താങ്ക്സ്. എന്നെ ശ്രദ്ധിച്ചവർക്ക് നന്ദി, നമസ്കാരം എന്ന് പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഏറ്റവും ലഘുവായിട്ട് ചുരുക്കത്തിൽ ഒന്നുകൂടി പറയാം. പ്രഭാഷണത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ എങ്ങനെയാണ്? അഭിസംബോധന, തുടക്കത്തിൽ സദസ്സിനെ വണങ്ങിക്കൊണ്ട് വേണം ആരംഭിക്കാൻ. വിഷയാവതരണം, പ്രസംഗത്തിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കുക. പ്രധാന ആശയങ്ങൾ, അതിലെന്തെല്ലാമാണ്? വിഷയത്തെക്കുറിച്ചുള്ള അറിവ്, ചിന്തകൾ, ഇതെല്ലാം ഖണ്ഡികകളായിട്ട്, അതായത് പാരഗ്രാഫ് തിരിച്ചെഴുതുക. സമാപനം, എല്ലാവർക്കും നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇനി പ്രത്യേകിച്ചൊരു കാര്യം എന്താണ്? കേൾവിക്കാരെ ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇടയ്ക്ക് ചോദിക്കുന്നത് ആ പ്രഭാഷണത്തിനെ കൂടുതൽ ജീവസുറ്റതാക്കും. ജൂൺ 19 വായനാ ദിനമായി നമ്മൾ ആഘോഷിക്കുകയാണല്ലോ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് വായനയുടെ ലോകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന ആമുഖത്തോടു കൂടി നമുക്ക് തുടങ്ങാം. ഉള്ളടക്കം, പുസ്തകങ്ങൾ അറിവിൻ്റെ ലോകത്തേക്കുള്ള വാതിലുകളാണ്. ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മളൊരു പുതിയ ലോകത്തെ പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ മൊബൈൽ ഫോണിനും ഇൻ്റർനെറ്റിനും പിന്നാലെ പോകുമ്പോൾ നമുക്ക് പുസ്തകങ്ങളെ മറന്നുപോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിവരങ്ങൾ വിരൽ തുമ്പിൽ ലഭിക്കുമെങ്കിലും വായന നൽകുന്ന ആഴത്തിലുള്ള അറിവോ ഭാവനയോ നൽകാൻ ഗൂഗിളിന് കഴിയില്ല, ഇല്ലേ? വായന നമ്മുടെ ചിന്താശേഷി ഉണർത്തുകയും തെറ്റ് ശരിയും തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നു. സമാപനം, നമുക്ക് വീണ്ടും പുസ്തകങ്ങളിലേക്ക് മടങ്ങാം, വായനശാലകളെ സജീവമാക്കാം, നല്ല പുസ്തകങ്ങൾ നമ്മുടെ വഴികാട്ടികളാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് മുഖപ്രസംഗമാണ്. ഒരു പത്രത്തിൻ്റെ എഡിറ്റർ അല്ലെങ്കിൽ പത്രാധിപർ ഒരു പ്രത്യേക വിഷയത്തിൽ എഴുതുന്ന ഔദ്യോഗിക അഭിപ്രായമാണ് മുഖപ്രസംഗം അഥവാ എഡിറ്റോറിയൽ. ഇതും 10ാം ക്ലാസ് പരീക്ഷയിൽ മുഖപ്രസംഗം തയ്യാറാക്കുന്നത് വളരെ പ്രധാനമായൊരു ചോദ്യമായി വരുന്നതാണ്. ആധുനിക കാലത്ത് മാതൃഭാഷ നേരിടുന്ന വെല്ലുവിളികളെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഹെഡിങ് എന്താ കൊടുത്തിരിക്കുന്നത്? മാതൃഭാഷ ഓർമ്മയാകുന്ന സ്വത്വവും പുതിയ കാലത്തെ വെല്ലുവിളികളും. ഒരു ജനതയുടെ ശ്വാസവും സംസ്കാരവുമാണ് മാതൃഭാഷ. എന്നാൽ ആധുനിക കേരളം അതിൻ്റെ മാതൃഭാഷയെ, മലയാളത്തെ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നു എന്നത് ഗൗരവകരമായ ആലോചനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ആഗോളവൽക്കരണത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും കുതിച്ചുചാട്ടത്തിനിടയിൽ മാതൃഭാഷ നേരിടുന്ന വെല്ലുവിളികൾ കേവലം ഭാഷാപരമായ ഒന്നല്ല, മറിച്ച് അത് നമ്മുടെ സാംസ്കാരിക അസ്തിത്വത്തിന് നേരെയുള്ള ഭീഷണിയാണ്. ആധുനിക കാലത്ത് മാതൃഭാഷ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ അതിപ്രസരവും മലയാളം സംസാരിക്കുന്നത് കുറ്റകരമായി കാണുന്ന വികലമായ കാഴ്ചപ്പാടുകളും പുതിയ തലമുറയെ മാതൃഭാഷയിൽ നിന്നും അകറ്റുന്നു. മാതൃഭാഷ ചിന്തിക്കാനും വിനിമയം നടത്താനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതോടെ ഒരു ജനതയുടെ സർഗാത്മകതയാണ് ഇല്ലാതാകുന്നത്. വീടുകളിൽ പോലും മലയാളത്തിന് പകരം അന്യഭാഷാ പദങ്ങൾ കുടിയേറുന്നത് നമ്മുടെ ഭാഷാശുദ്ധിയെ നശിപ്പിക്കുന്നു. നവമാധ്യമങ്ങളുടെ കടന്നുകയറ്റമാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി. സോഷ്യൽ മീഡിയയിലെ ലിപിയില്ലാത്ത വിനിമയങ്ങൾ, അതായത് മംഗ്ലീഷ് സംസ്കാരം മലയാള അക്ഷരമാലയെ പോലും വിസ്മൃതിയിലേക്ക് തള്ളുന്നു. വായനാശീലം കുറയുന്നതും പുസ്തകങ്ങളിൽ നിന്ന് ദൃശ്യമാധ്യമങ്ങളിലേക്കുള്ള മാറ്റവും ഭാഷയുടെ ആഴത്തെയും വ്യാപ്തിയൊക്കെ ഇല്ലാതാക്കുന്നുണ്ട്. പ്രകാശ് രാജ് നിരീക്ഷിച്ചതുപോലെ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി ആണെങ്കിൽ ആ നദി ഇന്ന് വറ്റിവരണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭാഷാ സ്നേഹം എന്നത് വെറുമൊരു വികാരമല്ല, മറിച്ച് അത് ഓരോ പൗരൻ്റെയും കർത്തവ്യമാണ്. അന്യഭാഷകൾ പഠിക്കുന്നത് വിജ്ഞാനത്തിന് നല്ലതാണ്, എന്നാൽ അത് മാതൃഭാഷയെ കൊന്നുകൊണ്ടാകരുത്. സർക്കാർ തലത്തിലും സാമൂഹിക തലത്തിലും മാതൃഭാഷാ സംരക്ഷണത്തിന് ശക്തമായ നടപടികൾ ഉണ്ടാകണം. മലയാളം പവിത്രമാണെന്നും അത് നമ്മുടെ അന്തസ്സുയർത്തുന്ന ഒന്നാണെന്നുമുള്ള ബോധം കുട്ടികളിൽ വളർത്താൻ നമുക്ക് സാധിക്കണം. ഭാഷ മരിച്ചാൽ ആ ജനതയും ഭരിക്കുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മാതൃഭാഷാ സംരക്ഷണത്തിനായി നമുക്ക് ഒത്തൊരുമിച്ച് കൈകോർക്കാം. മലയാളം നമ്മുടെ അഭിമാനമായി മാറട്ടെ. ഇനി മുഖപ്രസംഗം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? തലക്കെട്ട് ആകർഷകവും വിഷയത്തെ കൃത്യമായി സൂചിപ്പിക്കുന്നതുമായ തലക്കെട്ടായിരിക്കണം. ഗൗരവമായ ഭാഷ, അതായത് ഔദ്യോഗിക ഭാഷ സാധാരണ ഉപന്യാസത്തേക്കാൾ ഗൗരവകരമായൊരു ഭാഷ ശൈലിയായിരിക്കണം ഉപയോഗിക്കേണ്ടത്. യുക്തിസഹമായ വിശകലനം, അതായത് പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും അവയ്ക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും വേണം. ഇനി ഒരു നിഗമനത്തിലെത്തണം. അവസാന ഭാഗത്ത് ശക്തമായ ഒരു ആഹ്വാനത്തോടെ അവസാനിപ്പിക്കുക. അതായത് വിമർശനമാണെങ്കിലും നിർദ്ദേശമാണെങ്കിലും അധികാരികൾക്ക് പൊതുസമൂഹത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകണം. ഇനിയും ഏറെ നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാം നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളോടൊപ്പം ഞാനുണ്ട്. ധൈര്യമായിട്ട് പരീക്ഷയ്ക്ക് പോവുക. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. Okay, thank you children.